തിരുവനന്തപുരത്ത് മാളിൽ പോലീസുകാരനെ എസ്എഫ്ഐക്കാർ മർദ്ദിച്ച കേസിൽ പ്രതികളെ പിടികൂടാതെ പോലീസ്. മർദ്ദന അസഭ്യ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും മെല്ലെപ്പോക്ക് തുടരുന്നു. പോലീസുകാരനെതിരെ കേസെടുത്തതിൽ സേനയിൽ അമർഷം പുകയുന്നു. വൈഫിക്കല്ലേ അവര് സംസാരിച്ചു. ഷോപ്പിനകത്ത് കയറും. സഹോദരിയുമായി മാൾ ഓഫ് ട്രാവൻകൂറിൽ എത്തിയപ്പോഴാണ് 4 പേരടങ്ങുന്ന എസ്എഫ്ഐക്കാരുടെ മർദ്ദനം ഉണ്ടായത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, സാധാരണ ഗതിയിൽ വർഗബോധം എന്നൊന്നുണ്ടാകും. നമ്മുടെ സാധാരണക്കാരുടെയൊക്കെ വിചാരം പോലീസുകാരിലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, പോലീസുകാരനെതിരെ ഒന്ന് തുറച്ചു നോക്കിയാൽ പോലും പോലീസുകാരെന്തെങ്കിലും കേസെടുക്കും എന്നുള്ളൊരു പേടി, അങ്ങനത്തെ ഒരു പൊതുബോധമൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ് വർഗബോധം പോലും ഇല്ലാതെ ഒരു പോലീസുകാരന് തന്നെ മർദ്ദനമേറ്റിട്ട് ഒരു നടപടിയും എടുക്കാതെ ഇങ്ങനെ മെല്ലപ്പോക്ക് തുടരുന്നത് എന്താണ്? അതിനും അപ്പുറത്തെ വലിയ ശക്തികളാണോ ഈ പ്രതികൾ? പക്ഷേ ഏതായാലും ഇനി കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. പല അവ്യക്തതകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലീസുകാരനായിട്ടുള്ള മിഥുൻ റോയും അതോടൊപ്പം SFIയും DYFIയും തമ്മിലുള്ള പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ AR ക്യാമ്പിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് പേട്ട പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക ജോലിക്കായി എത്തിയിരുന്നു. അവിടെ നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് ഈ SFIയും അതോടൊപ്പം തന്നെ ഈ പോലീസുകാരനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിന് പിന്നാലെ ഇദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള പരാതികളും SFI തന്നെ നൽകിയിട്ടുമുണ്ട്. അതിലെല്ലാം തന്നെ വകുപ്പ് തല അന്വേഷണം നടന്നു വരികയാണ്. ഒടുവിൽ നടന്ന സംഭവം ഈ കഴിഞ്ഞ പുതുവർഷ ദിവസം അന്ന് ശംഖുമുഖം ബീച്ചിൽ ഒരു DJ പാർട്ടി നടത്തിയിരുന്നു. സമയപരിധി കഴിഞ്ഞിട്ടും അവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്നൊരാവശ്യം പോലീസ് പറഞ്ഞു. അവിടെ വോളണ്ടിയർമാരായി നിന്നത് SFI DYFI നേതാക്കളാണ്, അല്ലെങ്കിൽ പ്രവർത്തകരാണ്. അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ചില വലിയ സംഘർഷങ്ങൾ അവിടെ ശംഖുമുഖത്തും പോലീസ് സ്റ്റേഷൻ മുന്നിലുമെല്ലാം വെച്ച് ഉണ്ടായി. അവിടെ വെച്ച് SFIക്കാരനെ അടിച്ചത് ഈ മിഥുൻ റോയ് ആണ് എന്നുള്ളതാണ് SFI ആരോപിക്കുന്നത്. അതിന് പിന്നാലെ അവർ കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കുമെല്ലാം SFI പരാതി നൽകി. അതിന്റെ അന്വേഷണം ഇങ്ങനെ പുരോഗമിച്ച് വരുന്നതിനിടയ്ക്കാണ് ഇന്നലെ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട വലിയ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ മാളിൽ, മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ചായിരുന്നു ഈ അതിക്രമം ഉണ്ടായത്. SFIയിൽ ഒരു 4 സുഹൃത്തുക്കൾ അവിടെ എത്തുന്നു. ഒപ്പം തന്നെ ഈ പോലീസുകാരൻ്റെ ഒരു സുഹൃത്തും, സഹോദരിയല്ല സുഹൃത്തും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ SFIക്കാർ പിന്തുടർന്ന് എത്തിയതാണ് എന്നുള്ളതാണ് ഈ പോലീസുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ SFI നൽകുന്ന ഒരു വിശദീകരണം, കുറേ പ്രകോപനം ആദ്യം ഘട്ടത്തിൽ സൃഷ്ടിച്ചത് ഈ പോലീസുകാരനാണ്. ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമായി തന്നെ കാണാം. ആ പോലീസുകാരൻ SFIക്കാരനെ ആദ്യം പിടിച്ച് തള്ളുന്നു. അതിനുശേഷം SFIക്കാർ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ചവിട്ടുന്നതും അതോടൊപ്പം തന്നെ ഇടിക്കുന്നതും, SFIക്കാർ ആ പോലീസുകാരനെ ഇടിക്കുന്നതുമെല്ലാം ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെയധികം വ്യക്തമാണ്. അങ്ങനെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് സംഘം ചേർന്ന് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ കേസിന്റെ ഒരു മെറിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളൊന്നും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പോലീസുകാരൻ ഈ SFIക്കാർക്കെതിരെ നൽകിയിരിക്കുന്ന കേസിൽ ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ജാമ്യം ലഭിക്കുന്ന തരത്തിലേക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സംഘം ചേരൽ, അതോടൊപ്പം തന്നെ ചീത്ത വിളിച്ചു, ഭീഷണിപ്പെടുത്തി, ദേഹോദരം ഏൽപ്പിച്ചു, അത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. 351 BNS മാത്രമാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഈ പോലീസുകാരനെതിരെ SFI നൽകിയിരിക്കുന്ന കേസിൽ പോലീസ് ഇട്ടിരിക്കുന്ന വകുപ്പ് 118(1) അതായത് ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ വകുപ്പ്. അത് ജാമ്യമില്ലാത്ത കുറ്റമാണ്. അതാണ് പോലീസുകാരനെതിരെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും പോലീസ് അസോസിയേഷനിലും പോലീസ് സേനയിലുമെല്ലാം വലിയ തോതിലുള്ള ഒരു അമർഷം ഇതുമായി ബന്ധപ്പെട്ട് പുകയുന്നുണ്ട്. കാരണം കേരള പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇന്നുമൊക്കെയായി നടന്നു വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസുകാരുടെ ഉന്നമനമൊക്കെ ലക്ഷ്യമിട്ടാണല്ലോ ഈ അസോസിയേഷനെല്ലാം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പോലീസുകാരനെതിരെ ഉണ്ടായ പോലീസിന്റെ തന്നെ നടപടിയിൽ വലിയ തരത്തിലുള്ള ഒരു അമർഷം പോയുന്നുണ്ട്. ഇനി ഏതായാലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തത. പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് മാത്രമാണോ ഈ SFIക്കാർക്ക്, അതായത് നിലവിലെ പ്രതികൾക്ക് പ്രശ്നമുള്ളത്, അതോ ഇവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ള ആളുകളാണോ?
അതിനെക്കുറിച്ച് ഏതായാലും കൂടുതൽ വിവരം ഇപ്പോൾ ലഭ്യമല്ല. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും വ്യക്തമല്ല. ഏതായാലും ഇവർ ഒരു പരാതി നൽകിയിട്ടുണ്ട് കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കുമെല്ലാം. ഈ പുതുവർഷ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. കാരണം പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോലീസുകാരനെ മർദ്ദിക്കുന്നത് വലിയ ക്രെഡിറ്റ് ആയിക്കൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. സിനിമ ഡയലോഗുകളൊക്കെ ഇട്ട് റീലൊക്കെ ഇട്ടുകൊണ്ട് SFI ആ കാര്യങ്ങളെല്ലാം തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. നേരത്തെ ശംഖുമുഖത്തുണ്ടായതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടാണ് അത്തരത്തിലുള്ള റീലുകളെല്ലാം തന്നെ പ്രചരിപ്പിക്കുന്നത്. ഇതൊന്നും സംസ്ഥാന നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒന്നും അറിവോടുകൂടി അല്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള സമീപനങ്ങൾ തെറ്റാണ്. അത് പ്രത്യേകിച്ചും ഒരു സേനയ്ക്കെതിരെ. ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി നമുക്കിപ്പം അതിഥികളായി റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരായ ശ്രീ സുഭാഷ് ബാബുവും ഒപ്പം തന്നെ ജോർജ് ജോസഫും ഉണ്ട്. ആദ്യം ശ്രീ സുഭാഷ് ബാബുവിലേക്കാണ്. സാർ നോക്കൂ, ഇപ്പം നമ്മൾ കണ്ട റീല് ഇവിടെ, അതായത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഇങ്ങനെ അടികൂടി റീലിട്ടത് നമ്മൾ കണ്ടിരുന്നു മുൻപ് തൃശ്ശൂരിൽ നിന്നും. ഇപ്പൊ കണ്ടത് കേരള പോലീസിനെ മർദ്ദിക്കുന്ന SFI പ്രവർത്തകർ അവരോട് ഒന്നു ചെയ്തു പക വീട്ടി എന്ന് കാണിച്ചുകൊണ്ട് അവർ തയ്യാറാക്കിയ റീലാണ് ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പോലീസിനു നേരെ സ്റ്റെഫി നേരത്തെ വകുപ്പുകൾ ഉൾപ്പെടെ പറഞ്ഞ് അങ്ങ് കേട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പോലീസിനെ ഒരു പൊതു ഇടത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്താൽ ഈ വകുപ്പുകളാണോ ചുമത്താനുള്ളൂ? അല്ല, അവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയിലല്ല എന്നുള്ള ഒരു പരിഗണന വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാര്യം. എന്തായാലും അതിനിപ്പോൾ പ്രത്യേകമായിട്ടൊരു വകുപ്പ് നമ്മുടെ BNS ഇല്ല എന്നുള്ളത് നമുക്ക് പ്രത്യേകം പ്രസ്താവ്യമാണ്. കാരണം ജോലി തടസ്സപ്പെടുത്തി എന്നുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥൻ 24 മണിക്കൂറും ഡ്യൂട്ടിയിലാണ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിയമവശം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസിന് വേണമെങ്കിൽ അതേ രീതിയിൽ അദ്ദേഹത്തിനൊരു സംരക്ഷണം എന്നുള്ള രീതി, അദ്ദേഹം മുമ്പ് ജോലി ചെയ്ത പശ്ചാത്തലം, അതായത് ഉദ്യോഗസ്ഥന് ജോലി ചെയ്തായിരിക്കാൻ പറ്റില്ല. അവിടെ ക്രമസമാധാന പാലനമാണ്. അവിടെ കിടക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനും നീക്കം ചെയ്യുന്നതിനും അതിനോടൊപ്പം തന്നെ ബലം പ്രയോഗിച്ച് മാറ്റുന്നതിനും അത്യാചാരം ചെയ്യുന്നതിനും വെടിവെച്ച് കൊല്ലുന്നതിന് വരെ അധികാരമുള്ള ഒരു വിഭാഗത്തിന് അവർ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിൻ്റെ പകപോക്കലായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പതിയിരുന്ന് ആക്രമിക്കുന്ന ഒരു അധപ്പതിച്ച സംസ്കാരമാണ്. അത് ഏത് രാഷ്ട്രീയ സംസ്കാരമായാലും ശരി, ഇനി മതപരമായ കാര്യങ്ങൾക്കായാലും ശരി, ചെയ്യുന്നത് ഒരു അധോലോക സംസ്കാരത്തിൻ്റെ ഇതാണ്. ഇതൊരു റൗഡിസമാണ്, ഇതൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിലേക്ക് തന്നെ വരേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇവിടെ പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മുമ്പെന്തോ വൈരാഗ്യമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യമെന്നുള്ളതിൻ്റെ ഭാഗമായി എടുത്ത നടപടികൾ. അദ്ദേഹം ഒരു സാധാരണ CPO ആണ്. അദ്ദേഹം സ്വയമേധയല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം ന്യായവും നീതിയുക്തമായ നടപടി സ്വീകരിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ എന്തിന് പക വരണം? പാടില്ല. അങ്ങനെ പക വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയല്ല ഉത്തരവാദി, ആ ഗ്രൂപ്പിലുള്ള ഉദ്യോഗസ്ഥൻ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഇത് വ്യക്തിപരമായ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് നടപടിയെടുക്കാനോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഡിസംബർ 31 രാത്രി നടന്നതിന് വേണ്ട 1.5 മാസം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ തിരക്കി പിടിച്ച് അന്വേഷിച്ച് വന്നതിന് ശേഷം പ്രതികാര ബുദ്ധിയോടുകൂടി ചെയ്യുന്നു. അതിപ്പോൾ റീൽസിൽ നിന്ന് പറയുന്നുണ്ടല്ലോ, അന്ന് ചെയ്തതിൻ്റെ പ്രതികാരമാണെന്നുള്ള രീതി. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഇതേമാതിരി ഗുണ്ടകളെ സംബന്ധിച്ച് അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്ന ഒരിക്കലും ആശാസ്യമല്ല. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പറയുന്നത് റീല് മാത്രമല്ല, ഇത് പക ചെയ്ത് മാത്രമല്ല, ഇത് ധാർമ്മികത ഞങ്ങൾ പഠിപ്പിക്കുക കൂടിയാണ് എന്നാണ് SFIക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ മേൽച്ചാർത്തുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്. ഞാൻ അർജുന അയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഒന്ന് വായിക്കാം. അർജുന അയങ്കിയുടെ പോസ്റ്റിങ്ങനെയാണ്: യൂണിഫോം അഴിച്ചു വെച്ചാൽ മേല് നൊന്തവൻ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന കാലം ആഗതമായി. കാക്കി എന്നാൽ ഏതു മനുഷ്യന്റെയും തലയടിച്ച് പൊട്ടിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്ന തെമ്മാടികൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തോ ചെയ്തു, പോലീസുകാരനെ ഞങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പൊതുഭാഷ്യം എന്ന് പറയുന്നത്. ആ തലത്തിൽ ഇതിപ്പോൾ അർജുൻ്റെ ഒരു പോസ്റ്റ് മാത്രം നമ്മൾ കാണുന്നു. നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞു പലയിടങ്ങളിൽ അങ്ങനെയുള്ള റീലുകൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് സ്റ്റെഫിൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ SFIക്കാർക്ക് പോലീസുകാരെ പഠിപ്പിക്കാൻ പോലീസുകാരെ ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണോ ചെയ്യുന്നതെന്നാണോ ഇങ്ങനെ മെല്ലപ്പോക്കിൽ നിന്നും ചെറിയ വകുപ്പുകൾ ചുമത്തുന്നതിലൊക്കെ മനസ്സിലാക്കേണ്ടത്? അത് ശരി. പോലീസിന് ഇപ്പോൾ ഒരു വർഗ്ഗബോധമില്ല. നേരത്തെ തന്നെ താങ്കൾ സൂചിപ്പിച്ച മാതിരി വർഗ്ഗബോധം എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ പോലീസിനില്ല. പോലീസിൻ്റെ ആക്ഷനൊക്കെ ഒരു ഗ്രൂപ്പ് ആക്ഷനാണ്. അതായത് ഒരു ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാരാണ്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശന അടിസ്ഥാനത്തിൽ ചെയ്യപ്പെടുന്ന ആക്ഷനാണ്. അതൊരു ഗ്രൂപ്പാണ്, ഒരു വർഗ്ഗമാണ്, ആ വർഗ്ഗത്തിൻ്റെ ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിൻ്റെ ഒരു സാധാരണ മര്യാദ പോലും ശേഷിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ. എന്ത് വന്നാലും ശരി, പോലീസിന്
പോലീസിൻ്റെ പേരിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ താല്പര്യത്തിൽ പോലീസ് ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് പറയുന്നത് എന്താണ് പോലീസിൻ്റെ മനോവീര്യം കെടുക്കുന്നത്. പോലീസുകാരനെ അടിച്ചോടിച്ചിട്ട് അവനെ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ട് മുൻവൈരാഗ്യത്തിൽ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് പോലീസുകാരൻ്റെ മനോവീര്യമൊന്നും പോവില്ലേ? അത് മനോവീര്യം എന്ന് പറയുന്നത് സാധനമല്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പട്ടിയെ തല്ലാൻ വേണ്ടിയിട്ട് അവസരം നോക്കിയിരിക്കുക. അല്ല, അതിന് സാധാരണ പട്ടിയെ തല്ലുന്ന മാതിരി തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലാൻ അവൻ തല്ലുകൊള്ളാൻ വേണ്ടി നിയുക്തനായിരിക്കുന്ന ഇതിൽ സാധാരണ പോലീസ് പറയുന്നത് മൃദുഭാവേ ദൃഢകൃത്യ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ പറഞ്ഞെന്താ മൃദുഭാവേ മൃദകൃത്യ. ആരെ ആക്രമിക്കുന്നവൻ്റെ പേര് ദൃഢമായിട്ട് നടപടിയെടുക്കുന്ന സ്ഥലത്ത് അവനെ തലോടുന്ന ഒരു സംവിധാനമാണ് പോലീസിനെ സംബന്ധിച്ച്. വർഗബോധമില്ലാത്ത, വർഗത്തിനെ സംരക്ഷിക്കണമെന്ന് ഉത്തരവാദിത്തമില്ലാത്ത ഒരു വിഭാഗം അധപ്പതിച്ച മേൽക്കോയ്മേൽ ജീവിക്കുന്ന ഒരു സമൂഹമായി മാറ്റി. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ട് അവരെ മാനസികമായിട്ടുള്ള അവരുടെ തകർച്ചയാണ്. അവർക്ക് യാതൊരു രീതിയിലുള്ള ധൈര്യവുമില്ലാത്ത, സംരക്ഷണമില്ലാത്ത ഒരു സേനയായിട്ട് അധപ്പതിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇത്രയും വ്യക്തമായിട്ട് ആക്രമികളെ കാണാൻ, അത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളെ പേര് നടപടിയെടുക്കാനുള്ള ദൃഢഗതിയിലുള്ള സംവിധാനം മാത്രമല്ല, അക്രമികൾ തന്നെ പ്രതികളായിരിക്കുന്നവർ സാധാരണ ഏതെങ്കിലും ഒളിമാടങ്ങൾ തേടി പോവുകയോ ഏതെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഒളിപ്പിച്ചു വെക്കാനുള്ള ശ്രമമൊക്കെ ആയിരിക്കും നടത്തുക. ഇത് പക്ഷേ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ വിളിച്ചു പറയുന്നത് ഈ പോലീസും പൊതുജനത്തിന് മുൻപിലേക്കാണ്. അവിടെയാണ് ഈ ഉണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ മൗനത്തിൽ ആയിരിക്കുന്നതും പോലീസ് എന്നുള്ളതാണ്. ശ്രീ ജോർജ് ജോസഫ് കൂടിയുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കാം പോലീസ്, അതായത് പോലീസിന് വേണ്ടി സംസാരിക്കാൻ മറ്റൊരാൾ വേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോലീസുകാരുടെ നേരത്തെ വിരൽ ചൂണ്ടാൻ പോലും ആരും, ശരിയാണോ തെറ്റാണോ എന്താണെങ്കിൽ പോലും പോലീസുകാരന് നേരെ ചോദ്യം ഉയർത്താൻ പോലും ആരും തയ്യാറാകാത്ത ഒരു മനോഭാവം പൊതുജനത്തിനുണ്ട്. പക്ഷേ ഇവിടെ ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഓഫീസറിനാണ് ഈ തരത്തിലുള്ള ആക്രമണം ഏറ്റിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? അയാൾക്കെതിരെ ഇപ്പോൾ 2 ജാമ്യമുള്ള വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പേടിച്ചിട്ടായിരിക്കോ അതോ എന്തായിരിക്കും? അതോ ഈ ഉദ്യോഗസ്ഥനെതിരെ പോലീസുകാർ തന്നെ സംഘം ചേർന്ന് അയാൾക്കെതിരെ ഒരു നീക്കം നടത്തുന്നു എന്ന് മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രതികളുടെ ശക്തിയോ? ഇല്ല, ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലോ രാഷ്ട്രീയം കളിക്കുകയാണ്. അതിന് രാഷ്ട്രീയ മനോഭാവമുള്ള, അതുകൊണ്ടാണ് പോലീസ് ഈ രീതിയിലുള്ള കേസ് എടുത്തത്. ഒരു പോലീസുകാരൻ മിഥുൻ റോയിയാണ് നമ്മൾ കണ്ട ആ ദൃശ്യത്തിൽ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തോ സഹോദരിയോ ആരോ ആട്ടോ ഒരു സ്ത്രീയുണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിനെ മർദ്ദിക്കുകയാണ് 4 പേര് കൂടി. അത് രേവന്ത്, സുജിത്ത് എന്ന് പറഞ്ഞ 2 SFIക്കാരും അവരുടെ കൂടെ മറ്റ് 2 പേരും ചേർന്ന് നിർദാക്ഷിണ്യം അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാനുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹത്തിനെ അടിച്ചു വീഴ്ത്തുന്നതും അദ്ദേഹത്തിനെ തറയിലിട്ട് ചവിട്ടുന്നതൊക്കെ കാണാം. ഇത് വലിയ ക്രെഡിറ്റബിളായ ഒരു സംഗതിയാണെന്ന് പറഞ്ഞ് അവർ SFI, DYFIയുടെ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ റീൽസായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പകരത്തിന് പകരം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇതിന് അതിശക്തമായ നടപടിയെടുക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് DGP തയ്യാറാകണം. ഇതിനകത്ത് ഇങ്ങനെയുള്ള രാഷ്ട്രീയം കളിച്ചു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും ജോലി ചെയ്യാനായിട്ട് ഭയപ്പെടും. കാരണം അവർക്ക് സംരക്ഷണം കൊടുക്കില്ല. നിയമപരമായിട്ട് അവർക്ക് ഇപ്പം ഡിസംബർ മാസം 31-ാം തീയതി. ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് പോലീസുകാർക്ക് ഭയമാണോ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ വർഗബോധമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനൊരു നിലപാട്, ഇങ്ങനൊരു നടപടി സ്വീകരിക്കുന്നത്? അല്ല, വർഗബോധമൊന്നും പോലീസ് കാണിക്കേണ്ട കാര്യമില്ല. സത്യവും നീതിയുമായിട്ട് നടപടി എടുക്കുക എന്നുള്ളതല്ലേ. കാരണം പോലീസിൻ്റെ ഔദ്യോഗിക ചുമതല വഹിച്ച ഒരാൾ, അയാൾ ഡിസംബർ 31-ാം തീയതി അവിടെയുള്ള DJ പാർട്ടിയുടെ അവിടെ അക്രമം ഉണ്ടായി. അത് SFIക്കാർ അവിടുത്തെ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് സ്ഥലത്ത് അടിപിടി ഉണ്ടായി. പോലീസിൽ അത്തിച്ചാർജ് ചെയ്തു. അതിൽ മിഥുൻ എന്ന് പറഞ്ഞ ആംഡ് പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മെഡിക്കൽ ലീവാണെന്ന് വിചാരിച്ചോണം ഭീഷണി അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ള കൃത്യമാണ്. വഞ്ചൂർ പോലീസ് എടുത്ത ഏതായാലും അവർ രാഷ്ട്രീയം കളിച്ചെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പോലീസുകാരനെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളെല്ലാം അവർക്ക് കാണാവില്ല. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് വന്നിരിക്കുകയല്ലേ. ഡ്യൂട്ടി അല്ലാത്ത സമയത്തും അയാൾ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യത്തിന് 24 hours പോലീസുകാരൻ ഡ്യൂട്ടി ഉണ്ടോ ഇല്ലെങ്കിലും അവർ ഔദ്യോഗിക കൃത്യത്തിൽ തന്നെയാണ്. അപ്പോൾ ആ വകുപ്പിടണ്ടേ? അത് തന്നെയല്ല, അയാൾ ആയുധം ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് നോൺ ബെയിലബിളായ ഓഫൻസിൽ ഒരു FIR ഇട്ടിരിക്കണം. ഇതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരിക്കുന്ന ആ GD ചാർജ് കേസെടുത്ത ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയം കളിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം SFIയുടെ ഭാരവാഹി സംസ്ഥാന നേതാവ് തന്നെ പറയുന്നുണ്ട്, അവർ ആരും ഈ ഉത്തരവാദിത്തമുള്ളവരാരും ഇതിനകത്ത് പങ്കെടുത്തിട്ടില്ല, അവരത് അന്വേഷിക്കും, അവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് ശക്തമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് SFIയെ നാറ്റിക്കാൻ വേണ്ടി, DYFIയെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ചില ഇതുപോലെ കൂലിപ്പട്ടാളങ്ങൾ, ഇതുപോലെയുള്ള ക്രിമിനൽസ് അവരുടെ പേര് ഉപയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
കാരണം അങ്ങനെയുള്ളവരാരും ഉത്തരവാദിത്തമുള്ള ഒരു ഭാരവാഹി ആരും ഇതുപോലെ വന്ന് പോലീസിനെ, പ്രത്യേകിച്ച് ഭരണകക്ഷിയായ അവർ ഒരിക്കലും ആ പോലീസിനെതിരായിട്ട് ഇതുപോലെയുള്ള നടപടി എടുക്കില്ല. ഇത് അതിശക്തമായ നടപടി എടുക്കണം. ആ രണ്ടാമത്തെ കേസ് പോലീസുകാരനെതിരായിട്ട് കേസ് റെഫർ ചെയ്യണം. ആ പേട്ടയിലുള്ള ഒരാളാണ് ഇതിൻ്റെ വാദിയായിട്ട് വന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന് ഈ അടിയായിട്ടുള്ള ബന്ധം എന്താണ്? ഇതിനകത്ത് അത് കൃത്യമായി ആ ക്രിമിനൽസിനെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ടാമത്തെ കേസ് എടുത്തത്. ആ കേസ് എന്തായാലും റെഫർ ചെയ്യണം. ഇത് കുറച്ചുകൂടെ ഹയറായ ഒരു DYSP ആരെങ്കിലും ഈ കേസ് അന്വേഷിക്കട്ടെ. കാരണം ഇത് പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യമായി ജോലി ചെയ്യാനായിട്ട് പിന്തിരിപ്പിക്കുന്ന ഒരു നടപടിയാണ്. പല സ്ഥലത്തും ലാത്തി ചാർജും വെടിവെപ്പൊക്കെ ഉണ്ടാവും. ആ പോലീസ് ഉദ്യോഗസ്ഥരെ നാട്ടുകാരോ അല്ലെ ഇതുപോലെ ആരെങ്കിലും കൈകാര്യം ചെയ്തതായിട്ട് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇവിടെ കാണുന്ന അതാണ്. ഇവർ കുറേ ദിവസങ്ങളായിട്ട് ഇയാളുടെ പിന്നാലെയാണ്. കാരണം അദ്ദേഹം മെഡിക്കൽ ലീവ് എടുത്ത് നിൽക്കുകയാണ്. അത് ഭയപ്പെട്ടിട്ടായിരിക്കാം. ഇദ്ദേഹം പേട്ട പോലീസ് സ്റ്റേഷനിൽ പണ്ട് ഇവിടെ ജോലി ചെയ്ത സമയത്ത് അവിടുത്തെ SFIക്കാരുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വൈരാഗ്യത്തിൽ തുടർച്ചയായിട്ട് ഇദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ട് ഈ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോലീസ് അതിശക്തമായ നടപടിയിലോട്ട് പോകണം. അതിലേക്ക് വന്നെങ്കിൽ മാത്രമേ രണ്ടാമത്തെ കേസ് റെഫർ ചെയ്യും. ആദ്യത്തെ കേസിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് ഇടണം. അയാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഓൺ ഡ്യൂട്ടി തന്നെയായിട്ട് തരണം. ഇതൊരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഈ കേസ് അന്വേഷിക്കണം. നീതി ആ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കണം. അതുകൊണ്ട് SFIക്കാർ ഇപ്പം തന്നെ അവർ പറഞ്ഞിട്ട് അവരെ ആരും ഉത്തരവാദിത്തപ്പെട്ടവരുള്ളവരാരും ഈ അക്രമത്തിന് കൂട്ടു നിന്നിട്ടില്ല. ഇങ്ങനെ ഈ രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ മോശമായി കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ എവിടെ ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ നിയമവ്യവസ്ഥ, നിയമപാലനം എന്താകുന്നു എന്നുള്ളതാണ്. നമ്മുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് നടന്നിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെയൊക്കെ ഈ പറഞ്ഞതുപോലെ വേദനിപ്പിച്ച ഒരു ദൃശ്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഒരു ഭിന്നശേഷിക്കാരനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആ കേസിൽ ഇപ്പോഴും, അതായത് ആ കേസ് നടത്തിയിരുന്നു, പിന്നീട് അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ സുഭാഷ് ബാബു, അതെ, ഈ ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യം, ഈ ദൃശ്യവും കേരളം ഒരുപോലെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഈ സംഘർഷത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും ഒരു നടപടികളും നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കാണുന്നവരൊക്കെ നിയമം കയ്യിലെടുക്കുന്ന രീതിയിൽ ആര് എന്ത് ചെയ്താലും അത് അവിടെ പരസ്പരം തല്ലി തീർക്കുന്ന അവസ്ഥയിലേക്ക് മാത്രം എത്തുന്നതും, പിന്നീട് പോലീസ് ഒരു നടപടിയെടുക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്താൽ പിന്നെ ഈ നാടിന്റെ ക്രമസമാധാന പാലനം എവിടെ ചെന്നെത്തി നിൽക്കുന്നതാണ്? അല്ല, പോലീസിലാണല്ലോ ജനങ്ങളുടെ പ്രതീക്ഷ. ക്രമസമാധാന പാലനം ചെയ്യുന്നതിന് നിയുക്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നതും സമാധാനമായി വീട്ടിൽ ജീവിക്കുന്നതും കിടന്നുറങ്ങുന്നതുമൊക്കെ. അപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അനാവശ്യമായിട്ട് മറ്റാളുകളെ ആക്രമിക്കുകയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ അക്രമം തിരിച്ച് വാങ്ങിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ രണ്ടും ഒരേമാതിരി ഗൗരവത്തോടു കൂടിയിട്ട് നടപടിയെടുക്കേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അതിക്രമങ്ങളും ശരിയായ രീതിയിൽ നടപടിയെടുത്ത് നാട്ടുകാർക്ക് സംരക്ഷണം കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നാട്ടുകാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നതിനുള്ളത് ശക്തമായ നടപടിയെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്നതായ ഒരു ദിവാന ഉത്തരവാദിത്വമാണ് പോലീസിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംരക്ഷണ ബോധം ഇല്ലെങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പരസ്പരം സംരക്ഷിക്കാനൊരു വർഗ്ഗബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെയ്തു കഴിഞ്ഞാൽ വിശ്വാസ്യത മേലുദ്യോഗസ്ഥന്മാരുടെ പേരിലും സഹപ്രവർത്തകരുടെ പേരിലും നഷ്ടപ്പെടുകയും ക്രമസമാധാന ജോലിയിൽ തീർച്ചയായിട്ടും വീഴ്ച സംഭവിക്കും, അലംഭാവം ഉണ്ടാക്കുന്ന, ഭീതി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവും. അപ്പോൾ നിയമവിരഹിതമായി ജോലി ചെയ്യുന്ന പ്രവൃത്തിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നടപടിയെടുക്കണം. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയോ അല്ല നിയമരഹിതമായ രീതിയിൽ ഇടപെടുകയും പകപോക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ അമ്പേ നിയമവാഴ്ച തകർന്നു പോകുമെന്നുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ അധികരിച്ച ഭീതിയിൽ ദൈനംദിനം ജീവിക്കേണ്ടി വരുന്ന നടപടിയാണ്. അവസാനമായി ശ്രീ ജോർജ് ജോസഫ്, ഈ ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് എനിക്ക് തോന്നുന്നു ആഭ്യന്തര വകുപ്പായിരിക്കും. ആഭ്യന്തര സംവിധാനം മൊത്തം കുത്തഴിഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഈ രണ്ടാം പിണറായി സർക്കാർ കൂടി ഭരിച്ചു കഴിയുമ്പോൾ ഏറ്റവും മികച്ചതാകുമെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴായി പറയുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വകുപ്പാണ്. അതിലാണിപ്പോൾ പലപ്പോഴായി നമ്മൾ മുൻപ് കാണുകയും കേൾക്കുകയും ചെയ്യാത്ത തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം തന്നെയാണ് ഇത് കാണിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി സഞ്ചരിച്ച സമയത്ത് അവിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റും ഇറങ്ങി നിന്ന്
അവിടുത്തെയുള്ള ആ കോൺഗ്രസ്സുകാരെ 3-4 മൃഗീയമായി മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടു. എന്ത് കാര്യത്തിനാണ്? അവർക്ക് ആ ജോലിയുടെ ഭാഗമല്ലല്ലോ. അവിടെ പോലീസ് ഉണ്ടല്ലോ ഇവരെ നോക്കാനും കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ സംരക്ഷണം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ കൂടെ സഞ്ചരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. അവർക്ക് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതിന് വ്യത്യസ്തമായിട്ടുണ്ട് തീർച്ചയായിട്ടും അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടേ. ഇതുവരെ നടപടി ഉണ്ടായില്ലല്ലോ. കോഴിക്കോട്ട് വെച്ച് അറിഞ്ഞാവില്ല ചെടിച്ചട്ടി കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവരെ അടിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പം ധാരാളം സമയത്ത് ടോട്ടലായ പരാജയമാണ്. അതിനകത്ത് ഒരു നടപടി കൃത്യമായിട്ട് ഉണ്ടായില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും CPM-ന് വലിയ ദൂഷ്യം ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ദൂഷ്യം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾക്കൊന്നും ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. ഇപ്പം തന്നെ ഈ മിഥുനെ ആക്രമിച്ച സംഭവത്തിൽ അതിനകത്ത് തക്കതായ നടപടിയെടുക്കുന്നതിന് പകരം ആ SFI-ക്കാരെ എന്ന് പറയുന്ന ആ ക്രിമിനൽസിനെ സംരക്ഷിക്കാനായിട്ടാണ് പോലീസ് കേസെടുക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് നോൺ ബെയിലബിൾ ഇടുക എന്ന് പറഞ്ഞാൽ കേരള പോലീസിനെതിരെ സമയക്കുറവുകളാണ് ഇടപെടുന്നത്. എന്തായാലും പോലീസിന് നേരെയാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രതികൾ BGM ഇട്ട് വലിയ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ആഘോഷിക്കുകയും ചെയ്യുന്നത്. അതിലാണ് ഒരു നടപടി എടുക്കാതെ പോലീസുകാരനെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തിക്കൊണ്ട് പോലീസ് ഒരു നടപടി സ്വീകരിക്കുന്നത്. ഇങ്ങനെ തെരുവിൽ തമ്മിൽ തല്ലാനും പക തീർക്കാനും ഒക്കെ അവസ്ഥയിലേക്ക് എത്തുന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ ക്രമസമാധാന പാലനം നടപ്പിലാക്കേണ്ടതില്ലേ എന്നുള്ളത് മാത്രമാണ് ചോദ്യം.